ഹലോ, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ SCERT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് SCERT പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്രാജ്യത്വത്തെക്കുറിച്ചിട്ടും കോളനിവൽക്കരണത്തെക്കുറിച്ചിട്ടും പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുണ്ടായി, ഈ സാമ്രാജ്യത്വം അല്ലെങ്കിൽ കോളനിവൽക്കരണം ഇവയൊക്കെ കാരണം ഈ പറയുന്ന സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രികളിൽ എന്തുണ്ടായി, ഓരോ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന രാജ്യം എൻ്റെ കോളനി, ഇത് നിൻ്റെ കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കിട മത്സരങ്ങൾ ഭയങ്കരമായിട്ട് ആരംഭിച്ചു എന്ന് നമ്മൾ പറയുണ്ടായി അല്ലേ. ഈ കോളനികൾക്ക് വേണ്ടി രാജ്യങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി, തർക്കങ്ങളിലാവാൻ തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രതിസന്ധികൾ വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ പറയുണ്ടായി. പ്രധാനമായിട്ടും ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ, ഇമ്പീരിയലിസ്റ്റ് കൺട്രികൾ എന്തായിരുന്നു, അവരുടെ കമ്പോളങ്ങളായിട്ടും രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ അവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടുമായിരുന്നു മറ്റ് രാജ്യങ്ങളെ കോളനിവൽക്കരിച്ച് അവരുടെ കീഴിൽ വെച്ചിരുന്നത്. ഈ കോളനികളെ പിന്നെയും തുടരെ നിലനിർത്താൻ വേണ്ടിയിട്ടും കോളനികളെ കൂടുതലായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും രാജ്യങ്ങൾ തമ്മിൽ ഒരു ശത്രുത അന്ന് നിലനിന്നു പോന്നിരുന്നു. ഈ ശത്രുതയും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേയധികം മിലിറ്ററി അലയൻസും ഇവയൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു വലിയ വിനാശത്തിലേക്ക് നമ്മുടെ ലോകത്തെ നയിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധം, അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ, യുദ്ധാനന്തരം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എപ്പോഴാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം എന്ന് പറയുന്നത്. നോക്കുക, 1914 ആരംഭിച്ച് 1918 വരെയും നീണ്ടു നിന്നിട്ടുള്ള യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ SCERTയിലുള്ള നമ്മുടെ ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾക്ക് അറുതി വരുത്തിയ ബാൾക്കൺ യുദ്ധത്തിന്റെ കേന്ദ്രമായി കഴിഞ്ഞിരുന്ന സരാവോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്റാറാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ ഒരു ദ്രുത സന്ദർശനം നടത്തി. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് സരാവോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തത്? കാരണം ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് സരാവോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. ഈ പറയുന്ന ആ ഒരു ഖണ്ഡിക എടുത്തിട്ടുള്ളത് ദ ഏജ് ഓഫ് എക്സ്ട്രീംസ്, ദ ഷോർട്ട് 20th സെഞ്ചുറി 1914 to 1991 എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ നിന്നുമാണ്. എറിക് ഹോപ്സ്മാൻ എഴുതിയിട്ടുള്ള ആ ഒരു പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഖണ്ഡികയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ പറയുന്ന സരാവോ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സന്ദർശിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്റാറാൻഡ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സരാവോ എന്ന് പറയുന്ന പ്രദേശം സന്ദർശിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ആ ഒരു ദിവസം സന്ദർശിക്കാനായിട്ട് തിരഞ്ഞെടുത്തതെന്നും ആ ദിവസത്തിൽ അന്തരിച്ചു പോയിട്ടുള്ള, കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന കിരീടാവകാശിയായിരുന്ന, ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടും ഇതിൽ പരാമർശമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത്. പ്രശസ്ത ചരിത്രകാരനായ എറിക് ഹോപ്സ്മാൻ ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്ററാൻഡിനൊപ്പം സരാവോയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഭീകരത ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പാഠപുസ്തകത്തിൽ ഇത്തരത്തിൽ പല പുസ്തകങ്ങളിൽ നിന്നും എടുത്തു കൊടുത്തിട്ടുള്ള കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പം എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ലോകത്തിന്റെ ഒരു അവസ്ഥ? എന്താണ് യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചിട്ടുള്ള ആ ഒരു പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു? സാമ്രാജ്യത്വ മത്സരങ്ങളായിരുന്നു. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ഒന്നുകിൽ പ്രത്യക്ഷമായിട്ട് അവർ യുദ്ധത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളോ അവർക്ക് കീഴ്പ്പെട്ടിട്ടുള്ള കോളനികളോ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പരോക്ഷമായിട്ടും യുദ്ധത്തിൽ ഏതെങ്കിലുമൊക്കെ വിധേന പങ്കെടുത്തിരുന്നു. യുദ്ധം കൊണ്ടുള്ള എഫക്റ്റുകൾ അവർ അനുഭവിച്ചിരുന്നു. ഈ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ
തന്നെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സുപ്രധാനമായിട്ടുള്ള കാരണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തായിരുന്നു ആ കിടമത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചത് സംഘർഷങ്ങൾക്ക് കാരണമായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാമ്രാജ്യത്വത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, ബ്രിട്ടൻ പോലെയുള്ള പല രാജ്യങ്ങളും കോളനി വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോളനികളെ കീഴടക്കി വെച്ചപ്പോൾ അമേരിക്ക പോലെ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ പുതിയ സാമ്രാജ്യത്വ ശക്തികളായിട്ട് ഉദയം കൊള്ളുകയും അവരുടെ കീഴിൽ കുറേയധികം കോളനികളെ അവർ പിടിച്ചെടുക്കാനും ശ്രമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള പഴയ സാമ്രാജ്യത്വ ശക്തികൾ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളും അതേസമയം പുതിയതായിട്ട് ഉദയം കൊണ്ടിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളും എന്ത് ചെയ്യാൻ തുടങ്ങി? കോളനികൾക്ക് വേണ്ടിയിട്ട് പരസ്പരം ഒരു മത്സരം ഉണ്ടാവാനായിട്ട് തുടങ്ങി. സാമ്പത്തിക വ്യവസായ മേഖലകളിൽ ജർമ്മനി കൈവരിച്ച വളർച്ച ബ്രിട്ടനെയും ഫ്രാൻസിനെയും ആശങ്കപ്പെടുത്തി. ആ കാലഘട്ടത്തിൽ ജർമ്മനി സാമ്പത്തികപരമായിട്ടും അതേപോലെ തന്നെ വ്യവസായ മേഖലയിലുമൊക്കെ ഒരു വളർച്ച കൈവരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആർമിയും അവരുടെ ആ ഒരു എന്താ പറയുക ലൈഫിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു പവറും ഒക്കെ തന്നെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസിനാണെങ്കിലും ഒക്കെ ആശങ്ക ഉണ്ടാവുകയാണ്. ഇവൻ വികസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്നും കോളനികൾ അവർ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റു കോളനികൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എന്താകാൻ തുടങ്ങി? ഇവരുടെ ഉള്ളിൽ ഫ്രാൻസിൻ്റെയും അതേപോലെ തന്നെ ബ്രിട്ടൻ്റെയും ഒക്കെ മനസ്സിൽ ജർമ്മനിയെ ചൊല്ലി ഒരു ഭയം ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മിക്ക പ്രദേശങ്ങളും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായിരുന്നു. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനാൽ തുർക്കിയുടെ, അതായത് തുർക്കി എന്ന് പറയുന്നത് അന്ന് ഓട്ടോമൻ എംപയറിന്റെ കീഴിലുള്ള പ്രദേശമാണ്. അതിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് ജർമ്മനി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത് ഓൾറെഡി ഈ പറയുന്ന ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ ആരുടെ കയ്യിലാണ് ഉള്ളത്? ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ പ്രദേശം നമുക്ക് വേണ്ട, പകരം നമുക്ക് എന്ത് ചെയ്യാം? പുതിയ കോളനികൾ സ്ഥാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി ഓട്ടോമൻ എംപയറിന്റെ കീഴിലുള്ള കുറേയധികം പ്രദേശങ്ങളെ കോളനിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതിനായിട്ട് ജർമ്മനി ബെർലിൻ ബാഗ്ദാദ് എന്ന ബെർലിൻ ബാഗ്ദാദ് വഴിയിലുള്ള ഒരു റെയിൽവേ പാത ആസൂത്രണം ചെയ്തു. ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പഴയ സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇതൊരു ഭീഷണിയായിട്ട് തോന്നാനായിട്ട് തുടങ്ങി. ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളെ ബാധിക്കുമെന്ന് ഭയന്ന് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ ഒന്നിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് തീവ്രദേശീയത അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയതയാണ് അല്ലേ. എൻ്റെ രാജ്യം എന്ന് പറയുന്നൊരു ബോധമാണ്. എൻ്റെ രാജ്യത്തിന് നല്ലത് വരണം അല്ലെങ്കിൽ എൻ്റെ രാജ്യം എന്നുള്ളൊരു ഫീലിംഗ് ആണ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പം എന്താണ് തീവ്രദേശീയത എന്ന് പറയുന്നത്? എൻ്റെ രാജ്യത്തിന് മാത്രമേ നല്ലത് വരാവൂ എന്നുള്ളതാണ് തീവ്രദേശീയത. എൻ്റെ രാജ്യമാണ് അടിപൊളി എന്നുള്ളതും മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നശിച്ചു പോയാലും വേണ്ടില്ല, എൻ്റെ രാജ്യം നല്ലതായിട്ട് നിൽക്കണം എന്ന് കരുതുന്ന ഒരു ദേശീയതയാണ് നാരോ നാഷണലിസം, അഗ്രസീവ് നാഷണലിസം, തീവ്രദേശീയത എന്നൊക്കെ അറിയപ്പെടുന്നത്. സ്വന്തം രാജ്യത്തോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കാരണം മറ്റു രാജ്യങ്ങളോടുള്ള ഒരു വിദ്വേഷം ഉണ്ടാവുന്നു. അതാണ് തീവ്രദേശീയത. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എൻ്റെ രാജ്യം മാത്രം നന്നായാൽ മതി, മറ്റുള്ളതൊക്കെ നശിച്ചു പോട്ടെ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ രാജ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ ഒരുപാട് കോളനികൾ വരാൻ ഓരോ രാജ്യങ്ങളും ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? മറ്റ് രാജ്യങ്ങളുമായിട്ട് ശത്രുത വരികയും അത് ക്രമേണ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇത് പലപ്പോഴും വംശീയതയുമായിട്ട് ബന്ധപ്പെട്ടുമായിരുന്നു ഇരുന്നിരുന്നത്. ഈ രാജ്യത്തിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ, മെജോറിറ്റി ഓഫ് പീപ്പിൾ ഒരു ഇന്ന വംശത്തിലുള്ള ആളുകളാണ് എന്നിരിക്കട്ടെ, ഈ വംശത്തിൽപ്പെടുന്ന മൈനോറിറ്റി ആളുകൾ മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയാണ് ഈ വംശത്തിലുള്ള ആളുകളെല്ലാം ശരിക്കും ഒന്നിച്ചാണ് ജീവിക്കേണ്ടത് ഒരു രാജ്യമായിട്ട്. അപ്പോൾ മറ്റൊരു താമസിക്കുന്ന ആ പ്രദേശം എന്ത് വേണം? ഈ രാജ്യത്തോട് കൂട്ടിയിണക്കണം. ഇങ്ങനത്തെ വംശീയമായിട്ടുള്ള കാരണങ്ങൾ കൂടിയായിരുന്നു ഈ പറയുന്ന ദേശീയതയുടെ പിന്നിലുണ്ടായിരുന്നത്. ഒരേ വംശത്തിൽപ്പെട്ടവർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒന്നിപ്പിക്കണം എന്ന വാദം പല രാജ്യങ്ങളും ഉയർത്തുകയുണ്ടായി ഈ ഒരു തീവ്രദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിൽ. ഇത് മറ്റ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു ആയുധമായിട്ട് മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന എൻ്റെ നാട്ടിൽ മെജോറിറ്റി താമസിക്കുന്ന വംശത്തിലുള്ള ആളുകൾ നിൻ്റെ രാജ്യത്തിലെ ഒരു 2 ജില്ലയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വംശത്തിലുള്ളവരെല്ലാം ഒന്നിച്ചാ താമസിക്കണേ, അതുകൊണ്ട് നിൻ്റെ രാജ്യത്തുള്ള ആ 2 ജില്ല ഞങ്ങൾക്ക് ഇങ്ങ് വിട്ടുതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
ഇവർക്ക് ആ പ്രദേശം ഒന്നിപ്പിക്കുകയും ചെയ്യണം. അവർക്ക് അവരുടെ ജില്ല, അവരുടെ പ്രദേശം വിട്ടുകൊടുക്കാൻ അവർക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ എന്താവും? ഇവർ തമ്മിൽ മത്സരമാവും അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാരണം കാണിച്ചുകൊണ്ട് പ്രദേശങ്ങളെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. അത് രാജ്യങ്ങൾ തമ്മിൽ മത്സരം ഉണ്ടാവാൻ കാരണമായി. ഇപ്പൊ ജർമ്മനി, സെർബിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളില് തീവ്ര ദേശീയത എന്ന് പറയുന്നത് ഭയങ്കരമായി വർദ്ധിച്ച് അപകടകരമായ ഒരു അവസ്ഥയിൽ എത്താനായിട്ട് തുടങ്ങി ആ കാലഘട്ടത്തില്. ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം അല്ലെങ്കിൽ പാൻ സ്ലാവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന്റെ ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് മാറിയിട്ടുള്ള, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഘർഷം കൂടിയായിരുന്നു ഈ പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. നോക്കാം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ സ്ലാവ് വംശത്തിലുള്ള ആളുകൾ ഒന്നിക്കണം എന്നുള്ളത് പാൻ സ്ലാവ് പ്രസ്ഥാനം. ഓക്കെ, അപ്പൊ ഇവരെല്ലാം ഒന്നിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആരംഭിക്കുന്നതാണ് പാൻ സ്ലാവ് മൂവ്മെന്റ്. ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. അപ്പോൾ ബാൽക്കൻ പ്രദേശത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ത്? സെർബിയ എന്ന് പറയുന്നത്. സെർബിയ പറഞ്ഞു, അതെ, നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഈ സ്ലാവ് വംശത്തിലുള്ളവരെല്ലാം ഒന്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സെർബിയ അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ സെർബിയ ആര് സപ്പോർട്ട് ചെയ്തു എന്നറിയോ? റഷ്യ ഈ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. സെർബിയ പറയുന്നത് കറക്റ്റാണ്. സ്ലാവ് വംശത്തിലുള്ളവരെല്ലാം ഒന്നിച്ചു വേണം, ആ രാജ്യങ്ങളെ ഏകോപിപ്പിക്കണം എന്ന് ആര് പറഞ്ഞു? റഷ്യയും പറയുണ്ടായി. അന്ന് ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിന് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കത് ഒരു ത്രട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഓസ്ട്രിയ ഹംഗറി ഈ പറയുന്ന സെർബിയയുടെയും റഷ്യയുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് എതിര് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രസ്ഥാനം നോക്കുകയാണെങ്കിൽ അതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം അല്ലെങ്കിൽ പാൻ ജർമ്മൻ മൂവ്മെന്റ്. മധ്യ യൂറോപ്പിലെയും ബാൽക്കൻ മേഖലയിലെയും അധികാരം വ്യാപിപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, പാൻ സ്ലാവ് എന്ന് പറയുന്നത് സ്ലാവ് വംശജരെ, പാൻ ജർമ്മൻ എന്ന് പറയുന്നത് ട്യൂട്ടോണിക് വംശജരെ. ട്യൂട്ടോണിക് വംശജരെ ഒന്നിച്ചു ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പ്രസ്ഥാനമാണ് എന്ത്? പാൻ ജർമ്മൻ പ്രസ്ഥാനം. ആരാണ് നേതൃത്വം നൽകുന്നത്? ജർമ്മനിയാണ് കേട്ടോ. അപ്പൊ ഇത് മധ്യ യൂറോപ്പിലും ബാൽക്കൻ പ്രദേശത്തുമുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള ട്യൂട്ടോണിയൻ വംശജരെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് രാജ്യമാക്കണം എന്ന് ആര് പറയാണ്? ഈ പറയുന്ന ജർമ്മനിയുടെ നേതൃത്വത്തിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. അതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ക്ലിയർ ആയല്ലോ? ഈ സമയത്താണ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം ഉണ്ടാവുന്നത്. ഇതാണ് ഈ സാധാരണ രീതിയിൽ നടക്കുമായിരുന്ന ഒരു യുദ്ധത്തെ ഒരു ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു ഡൈമെൻഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരവും തീവ്ര ദേശീയതയും യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും സംശയവും ജനിപ്പിച്ചു. അല്ലെ? ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ്, ഒരു രാജ്യത്തിന്റെ നേതാവും വേറൊരു രാജ്യത്തിന്റെ നേതാവും ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ കണ്ടു കഴിഞ്ഞാലും ഈ രാജ്യക്കാരെ വിചാരിക്കും, എടാ ഇവര് നമുക്കെതിരെ എന്തെങ്കിലും പ്ലോട്ട് ചെയ്യുകയാണോ, നമ്മുടെ കോളനി പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കുമോ ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഈ പറയുന്ന എന്താ പറയുക, ടെൻഷൻ ആവുകയാണ്, അവിശ്വാസം ഉണ്ടാവുകയാണ്. അല്ലെ? അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കോൺസ്പിറസി ഉണ്ടോ എന്ന് ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ അവിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ രാജ്യത്തിലുള്ള ആളുകൾ പാനിക്കാവും. ഇനി അഥവാ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് വേണം, നമുക്ക് പവർ വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ ഒരു അടി വന്ന ഒരു ടീമിനെ രൂപീകരിക്കൂലേ എന്ന് പറഞ്ഞ പോലെ രാജ്യങ്ങൾ ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് അവരുടെ സൈനിക സഖ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവിശ്വാസവും സംശയവും വന്നതോടുകൂടി ഇത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അതിൽ ആദ്യത്തേതാണ് ത്രികക്ഷി സഖ്യം, പിന്നൊന്ന് ത്രികക്ഷി സൗഹാർദ്ദം. ഇത്തരത്തിലുള്ള രണ്ട് സഖ്യങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കാർട്ടൂണിൽ കാണുന്ന പോലെ ഒരു രാജ്യത്തിനെതിരെ ഒരു ത്രട്ട് വന്നു കഴിഞ്ഞാൽ ഈ സഖ്യത്തിലുള്ള മറ്റേ ആളുകൾ എന്ത് ചെയ്യും? ആഹാ, എൻ്റെ സഖ്യത്തിലുള്ളവനെ തൊട്ടോ, എന്നാൽ ഞാനും ഉണ്ട് യുദ്ധത്തിന്. അവരിറങ്ങി അല്ലേ? അപ്പം എന്ത് ചെയ്തു? മറ്റേ രാജ്യത്തിൻ്റെ സഖ്യത്തിലുള്ളവർ അവരും ഇറങ്ങി അല്ലേ? അങ്ങനെ ചെറിയൊരു യുദ്ധമായിട്ട് അവസാനിക്കുന്ന സാധനം, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ പ്രശ്നം എന്ത് ചെയ്യാണ്? ഒരു ലോക മഹായുദ്ധമായിട്ട് മാറാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്, എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ തെറ്റിപ്പോരുത്. എന്താണ്? ത്രികക്ഷി സഖ്യം,
ത്രികക്ഷി സൗഹാർദ്ദം. ഇത് രണ്ടെണ്ണമാണ് ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സൈനിക സഖ്യം. രണ്ടാം ലോക മഹായുദ്ധം പഠിക്കുന്ന സമയത്ത് നമ്മൾ വേറെ 2 സൈനിക സഖ്യം പഠിക്കും, അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ത്രികക്ഷി സഖ്യത്തിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നേ? ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഓസ്ട്രിയ ഹംഗറി ഉണ്ട്. ക്ലിയർ ആയല്ലോ? ത്രികക്ഷി സൗഹാർദ്ദത്തിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇംഗ്ലണ്ട് ഉണ്ട്, റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഇംഗ്ലണ്ട് ഉണ്ട്, റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട് ത്രികക്ഷി സൗഹാർദ്ദത്തിനകത്ത്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇറ്റലി ഉണ്ട്, അതേപോലെ തന്നെ ജർമ്മനി ഉണ്ട്, അതേപോലെ ഓസ്ട്രിയ ഹംഗറി ഉണ്ട്. ഈ 3 രാജ്യങ്ങളാണ് ത്രികക്ഷി സഖ്യത്തിലുള്ളത്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരാളുള്ളത്? ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ ത്രികക്ഷി സൗഹാർദ്ദം അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യം? ഇത്തരത്തിലുള്ള സൈനിക സഖ്യങ്ങൾ കാരണം എന്താ ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഖ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് സഖ്യകക്ഷികളും യുദ്ധത്തിൽ പങ്കുചേരേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഇത്? പ്രാദേശിക തർക്കങ്ങളെ ഒരു വലിയ ലോക യുദ്ധമായിട്ട് മാറ്റാനായിട്ട് കാരണമായി എന്നുള്ളതാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അന്ന് ലോകത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന കുറച്ചിങ്ങനെ ടെൻഷൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് എപ്പോഴാണ് മറ്റേ രാജ്യം നമ്മളെ അടിക്കുക, എപ്പോഴാണ് ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ള ടെൻഷനിൽ ഓരോ രാജ്യങ്ങളും ഇരിക്കുകയാണ്. നമ്മുടെ കോളനികൾ പോവുമോ, പുതിയ കോളനികൾ നമ്മൾ എങ്ങനെ പിടിച്ചെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഇനി അഥവാ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന സൈനിക സഖ്യങ്ങളെയൊക്കെ രൂപീകരിച്ച് ആർമിയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇത്തരത്തിലിരിക്കുന്ന ഒരു രാജ്യമാണ്, ഇത്തരത്തിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലോകത്ത് ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് എന്തായിരിക്കും ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തെ ട്രിഗർ ചെയ്യാനുണ്ടായ കാരണം? ആ പെട്ടെന്നുണ്ടായ കാരണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഇമ്മീഡിയറ്റ് കോസാണ് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ബോസ്നിയയുടെ തലസ്ഥാനമായ സരാവോയിൽ വെച്ച് കൊല്ലപ്പെടുന്ന സംഭവം. ഇപ്പം എന്താണ്? ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന രാജ്യം, ആ ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയുടെ പേരാണ് എന്താണ്? ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. അനന്തരാവകാശിയാണ്. ഈ അനന്തരാവകാശിയായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യണമെന്നറിയോ? ബോസ്നിയ എന്ന് പറയുന്ന രാജ്യത്തെ സരാവോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും. അദ്ദേഹം അവിടെ വരികയാണ്. ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? സെർബിയൻ പൗരനായിട്ടുള്ള സെർബിയ, നേരത്തെ നമ്മൾ പാൻസ്ലാവ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, സെർബിയയും ഓസ്ട്രിയ ഹംഗറിയും തമ്മിലൊരു ചെറിയ ടെൻഷൻ നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സെർബിയയിൽ നിന്നുമുള്ള ഒരു പൗരനായിട്ടുള്ള വ്യക്തി, അതായത് ഗ്രാവിലോ പ്രിൻസപ്പ് എന്നു പേരുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഈ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനെ ട്രിഗർ ചെയ്യുന്ന ഇമ്മീഡിയറ്റ് കോസ്. ക്ലിയർ ആയല്ലോ? അപ്പം അന്ന് ആ ദിനപത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ? ബോസ്നിയയിലാണ് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് വരുന്നത്. അദ്ദേഹത്തെ കൊല്ലുന്ന ആരാണ്? കൊല്ലുന്നത് സെർബിയൻ പൗരനാണ്, ഗ്രാവലോ പ്രിൻസപ്പാണ് കൊല്ലുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇമ്മീഡിയറ്റ് കോസിന് കാരണമാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയാണ് മരണപ്പെട്ടത്, കൊന്നത് സെർബിയക്കാരൻ. ഓസ്ട്രിയ ഹംഗറി തീർച്ചയായിട്ടും സെർബിയയോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. എന്താണ് സംഭവം, നമ്മുടെ കിരീടാവകാശി ഏതാ കൊന്നിരിക്കുന്നു എന്ന് പറയും അല്ലേ? അപ്പം എന്താവും? ഇവർക്ക് ഓസ്ട്രിയ ഹംഗറിക്ക് സെർബിയയോട് ദേഷ്യവും, സെർബിയയുടെ പൗരനല്ലേ കൊന്നത്. അപ്പോൾ ഈ കൊലപാതകത്തിൽ സെർബിയയ്ക്ക് പങ്കുണ്ട് എന്ന് ഓസ്ട്രിയ ആരോപിച്ചു. നിങ്ങളുടെ ഒരു പൗരൻ കൊന്നു, വെറുതെ ആയിരിക്കില്ല, ഈ രാജ്യം പറഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ കിരീടാവകാശിയെ കൊന്നത് എന്ന് ആര് പറയാണ്? ഓസ്ട്രിയ ഹംഗറി പറയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? ഈ സെർബിയ ഇതിന് എക്സ്പ്ലനേഷനും കൊടുക്കുന്നില്ല. അപ്പോൾ സെർബിയയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടിരുന്ന റഷ്യ സപ്പോർട്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ റഷ്യ അത്തരത്തിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ സൈനിക സഖ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവരൊക്കെ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓസ്ട്രിയ ഹംഗറിയുടെ കൂടെയുള്ള ആൾക്കാർ വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്? ഈ ഓസ്ട്രിയ ഹംഗറിയുടെ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യാണ്? യുദ്ധത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തുടർന്ന് 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കിരീടാവകാശിയെ കൊന്നിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഞങ്ങളിതാ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി പറഞ്ഞു. അപ്പം എന്ത് സംഭവിച്ചു? ഇവരുടെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന സഖ്യ രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇറങ്ങൂലേ? അങ്ങനെ സഖ്യരാഷ്ട്രങ്ങൾ ഇരുപക്ഷത്തുമായിട്ട് അണിനിരന്നു. അതോടുകൂടി ഇതൊരു ലോകയുദ്ധമായിട്ട് മാറാനായിട്ട് കാരണമായി എന്നുള്ളതാണ്. അങ്ങനെ ലോകയുദ്ധം നടക്കുകയും അത് ഒരുപാട് ആളുകളിൽ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വലിയ ആൾനാശം സംഭവിക്കുകയും ഒക്കെ
ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നടന്നിട്ടുള്ള ആ ഒരു ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ദശലക്ഷക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ മരണപ്പെടുകയുണ്ടായി ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. കാർഷിക വ്യവസായ മേഖലകൾ തകരുകയുണ്ടായി. യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു ഈ ഒരു കാര്യം. യൂറോപ്പിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം കോളനികൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയോ സൈനിക ശേഷിയോ ഒന്നും യൂറോപ്പിലുള്ള ഒട്ടുമിക്ക സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കും ഇല്ലാതെയായി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട അനന്തരഫലമാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാർട്ടൂണിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കോളനികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ആവുന്നുണ്ട്. അതിനിടയിൽ കനത്ത ആൾനാശവും സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും ഒക്കെ യുദ്ധം മൂലം ഉണ്ടാവുകയാണ് ഓരോരോ രാജ്യങ്ങൾക്കും. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം, അതായത് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് ഇവരടങ്ങുന്ന ആ ഒരു സൈനിക സഖ്യമാണ് അൾട്ടിമേറ്റ് ആയിട്ട് വിജയിക്കുന്നത്. അപ്പം എന്താണ്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ഈ ഏഷ്യയിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള കോളനിവൽക്കരിച്ചിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇപ്പം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ ഒന്ന് സാമ്പത്തികപരമായിട്ടൊക്കെ ഒന്ന് പ്രശ്നത്തിലിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പം നമ്മൾ സമരം ചെയ്താൽ, ഇപ്പം നമ്മൾ പ്രതികരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ എന്ത് ചെയ്യാണ്? ഒട്ടുമിക്ക രാജ്യങ്ങളും കോളനികളും എന്ത് ചെയ്യാണ്? ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കെതിരെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെടുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. യുദ്ധാനന്തരം ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ, അതായത് ടോട്ടലിറ്റേറിയൻ ഭരണത്തിലേക്ക് നീങ്ങി. ഓക്കെ, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെ എന്ത് ചെയ്യാണ്? യുദ്ധാനന്തരം അവർക്ക് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്ന ആ ഒരു സമഗ്രാധിപത്യമായിട്ടുള്ള ആ ഒരു ഭരണരീതിയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിച്ചു. അതായത് ഇനിയൊരു യുദ്ധം ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളൊരു ഐഡിയയിൽ, ഇത്രയും ആൾനാശം ഉണ്ടാക്കിയിട്ടുള്ള വിനാശകരമായിട്ടുള്ളൊരു യുദ്ധം ഇനി ഉണ്ടാവരുത് അല്ലേ, അതിനു വേണ്ടിയിട്ട് ലീഗ് ഓഫ് നാഷൻസ് എന്ന പേരിലെ ഒരു സർവ്വരാജ്യ സഖ്യം കൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വം സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. പൗരന്മാരുടെ സ്വകാര്യ ജീവിതം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഭരണകൂടം പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കുന്ന ഒരു രീതിയാണ് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അതായത് പൗരന്മാരുടെ ഓരോ കാര്യങ്ങളും സ്വകാര്യ ജീവിതവും ഒക്കെ തന്നെ എന്താണ്? രാഷ്ട്രം തീരുമാനമെടുക്കുന്ന പോലെയുള്ള ഒരു ഭരണകൂടം നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത്. രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരന്മാർ അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പമാണ് സമഗ്രാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു സമഗ്രാധിപത്യത്തിൻ്റെ സവിശേഷതകൾ? നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതാണിത്. എന്താണിത്? ജനാധിപത്യത്തെ നിരാകരിക്കുന്നു. ജനങ്ങളുടെ ആധിപത്യമല്ല, രാഷ്ട്രമാണ് അൾട്ടിമേറ്റം അല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണല്ലോ ഈ പറയുന്ന ടോട്ടലിറ്റേറിയനിസം. അപ്പം എന്താ ചെയ്യുന്നത്? ജനാധിപത്യത്തെ നിരാകരിക്കുന്നു. പിന്നെന്താ? സോഷ്യലിസത്തോടുള്ള കടുത്ത വിയോജിപ്പ്. സോഷ്യലിസം എന്ന് പറയുന്ന കാൾ മാർക്സ് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ റഷ്യൻ റവല്യൂഷനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു അല്ലേ. ഏംഗൽസും കാൾ മാർക്സും കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സോഷ്യലിസത്തോട് കടുത്ത വിയോജിപ്പാണ് ടോട്ടലിറ്റേറിയൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് ഉള്ളത്. പിന്നെന്താ? സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്താങ്ങുന്നതാണ് സമഗ്രാധിപത്യം. പിന്നെന്താ? തീവ്ര ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നു. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. തീവ്ര ദേശീയതയാണ്. പൗരന്റെ സ്വാതന്ത്ര്യത്തിനും ജീവിതത്തിനും എന്തില്ല വിലയില്ല, പകരം രാഷ്ട്രത്തിന്റെ ആവശ്യത്തിനാണ് വില. അപ്പം എന്താണ്? ഇത് തീവ്ര ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നു. പിന്നെന്താ? യുദ്ധത്തെയും ആക്രമണത്തെയും മഹത്വവൽക്കരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തിട്ടുള്ളത്, അതൊരു മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? യുദ്ധത്തെയും ആക്രമണത്തെയും ഒക്കെ തന്നെയും എന്ത് ചെയ്യാണ്? മഹത്വവൽക്കരിക്കുക. ഇതായിരുന്നു സമഗ്രാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു സഖ്യം രൂപീകരിക്കുന്നുണ്ട്. അതാണ് ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം എന്തായിരുന്നു സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രത്യേകതകൾ? ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനുമായി ഒരു അന്താരാഷ്ട്ര സംഘടന വേണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വൂഡ്രോ വിൽസൺ മുന്നോട്ട് വയ്ക്കുകയാണ്.
അപ്പോൾ എന്താണ് ലീഗ് ഓഫ് നേഷൻസ് നോക്കുക, 1920 അല്ലേ, 1914 മുതൽ 18 വരെ യുദ്ധം നിന്നു. 1920 കൂടിയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ത് ചെയ്യണത്, ആരംഭിക്കുന്നത്. ജനുവരി 10 ആരംഭിക്കുന്നത്. ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഈ പറയുന്ന ലീഗ് ഓഫ് നേഷൻസിന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകത്ത് ഇനി ഒരു യുദ്ധം ഉണ്ടാവരുത് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പിന്നീടൊരു യുദ്ധം ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായി. അതാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ലോകത്തിനെ രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സമാധാനത്തിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഈ സംഘടന ഫെയിലായിപ്പോയി, പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണം എന്തൊക്കെയായിരിക്കും? രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെയുണ്ടായി, അതിനുശേഷം എന്തുണ്ടായി? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പോയിന്റുകളും എല്ലാം തന്നെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമ്പത്തും ലോകവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.